പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ മുള്ളൂർക്കര. CBSE കരിക്കുലം, അക്കാഡമിക് എക്സലൻസ്, ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ്, co-curricular activities for skill development, communicative English, sports coaching, well-equipped science, computer labs and school library, safe transportation. 2026-27 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. Contact 9562482835. കരുതലിന്റെ വിളംബരവും ജീവകാരുണ്യത്തിന്റെ മഹനീയ മാതൃകയുമായി 139-ാം തൃശൂർ അതിരൂപത ദിനാഘോഷങ്ങളുടെ ഭാഗമായി വടക്കാഞ്ചേരി ഫൊറോന ഇടവക സമൂഹം നിർമ്മിച്ച 2 കാരുണ്യ ഭവനങ്ങളുടെ ആശീർവാദ കർമ്മം നടന്നു. ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങുകൾക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വടക്കാഞ്ചേരി ഇടവക അതിർത്തിയിലെ മംഗലം മുളമ്പറമ്പിലാണ് അർഹരായ 2 കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യമൊരുക്കിക്കൊണ്ട് അതിരൂപത ദിനാഘോഷത്തിന്റെ സ്മാരകമായി ഈ ഭവനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. രാവിലെ വടക്കാഞ്ചേരി ഫൊറോന പള്ളി പരിസരത്ത് നിന്നും ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്തിനെ ആനയിച്ചത്. തുടർന്ന് മംഗലം മുളമ്പറമ്പിൽ വെച്ച് ജനപ്രതിനിധികളും ഇടവക അംഗങ്ങളും ചേർന്ന് അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണം നൽകി. ഭവനങ്ങളുടെ ആശീർവാദ കർമ്മത്തിന് ശേഷം മെത്രാപ്പോലിത്ത ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിലാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട്. Thank you. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. ക്രൈസ്തവ ചൈതന്യത്തിൽ എന്ത് കാര്യം ചെയ്താലും 10% പാവപ്പെട്ടവർക്കായി കൊടുക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 14.5 ലക്ഷം രൂപ ഈ 2 വീടുകൾക്ക് ചെലവായിട്ടുണ്ട്. അപ്പോ 10% എന്ന് പറഞ്ഞാൽ അപ്പോൾ 1,30,00,000 അല്ല 50 ലക്ഷം 14. അപ്പോ 1,45 ലക്ഷം രൂപ ചെലവാക്കേണ്ടതാണ് അതിരൂപത ദിനത്തിന്. പക്ഷെ അതൊന്നും ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏകദേശം 10-15 ലക്ഷം രൂപ 35 ലക്ഷം രൂപയുടെ ചെലവാകുന്നാലും 14 ലക്ഷം രൂപ പാവപ്പെട്ടവർക്കായി നീക്കിവെച്ച വടക്കാഞ്ചേരിക്കാരെ പ്രത്യേകമാണ് അനുമോദനം നടത്തുന്നത്. ഇതാണ് ഒരു ക്രൈസ്തവ ചൈതന്യത്തിന്റെ പ്രവർത്തനം. അത് മനോഹരമായി ചെയ്തതിന് നേതൃത്വം കൊടുത്ത വികാരിച്ചിനും കൈകാര്യമാർക്കും വിൻസെന്റ് പോൾ പ്രവർത്തകർക്കും ഈ നാട്ടുകാർക്കും ഇതിന് അനുവാദം കൊടുത്ത പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്കും നേതൃത്വം കൊടുത്ത MLAക്കും പിന്നെ വിൻസെന്റ് പോൾ കോംപ്ലക്സിലാണ് അതിൽ സ്ഥലം അടക്കം കൊടുത്ത. അപ്പൊ ഈ 14 ലക്ഷത്തിലെ സ്ഥലം വരില്ല, അത് വിൻസെന്റ് പോളിന്റെ അല്ലേ, അത് പ്ലസ് സ്ഥലത്തിന്റെ വരെ. അപ്പോ ഏതായാലും ഇതിനെല്ലാം നേതൃത്വം കൊടുത്തതിന് നിങ്ങൾക്ക് അനുമോദനം. അതിരൂപത ദിനം വളരെ ഭംഗിയായി നടക്കട്ടെ. അതിരൂപത കൂട്ടായ്മയുടെ പ്രതീകമാണ് അതിരൂപത ദിനം. ഏറ്റവും നന്നായ രീതിയിൽ നടക്കട്ടെ. ഇപ്പോൾ വടക്കാഞ്ചേരിക്കാർക്ക് പ്രത്യേക ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. മാർപ്പാപ്പയുടെ അംഗീകാരം കിട്ടിയിട്ടുള്ള 6 പേർക്ക് ദേശീയ തലത്തിൽ അംഗീകാരം കിട്ടിയിട്ടുള്ള അതിൽ തന്നെ ഒരാളും 2 അവർക്കും അനുമോദനം അർപ്പിക്കുന്നത് സാധാരണ ഒരു സ്ഥലത്ത് കിട്ടാറില്ല. ലിയോ മാർപ്പാപ്പയുടെ അംഗീകാരം കിട്ടിയ 6 പേർക്കുള്ള അനുമോദനം അതിന്റെ സ്ഥാനാരോഹണം ഒക്കെ കൊടുക്കുന്നത് തന്നെ ഈ വടക്കാഞ്ചേരിയിൽ. അപ്പൊ പ്രത്യേകം വടക്കാഞ്ചേരിക്ക് അതിനൊരു സ്പെഷ്യലാണ്. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഭവനങ്ങളുടെ ഗൃഹപ്രവേശന കർമ്മം നിർവഹിച്ചു. സുത്യർഹമായ രീതിയിൽ ഭവനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. കൗൺസിലർ സ്വപ്ന ശശി, സിന്ധു സുബ്രഹ്മണ്യൻ, വിൻസെന്റ് പോൾ, സെൻട്രൽ പ്രസിഡന്റ് പോൾസൺ കല്ലൂക്കാരൻ, ഫൊറോന സെക്രട്ടറി എഡ്സൺ തോമസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ജിജി ജോസ് എടക്കളത്തൂർ സ്വാഗതവും ഷാജു ചൊവ്വല്ലൂർ നന്ദിയും പറഞ്ഞു. ഇടവക വികാരി വർഗീസ് തരകൻ, പോളി പുത്തൂക്കര,
സുഭാഷ് ചെറുവത്തൂർ, സ്റ്റെഫിൻ തൈക്കാടൻ, ജിൻസൺ വടക്കൻ, ജോയ് തൈക്കാടൻ, ജോണി തൈക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. You are watching VCV News.